പടം അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ പടം സ്ലോ ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും കാണുന്ന സിനിമയാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ബിൽഡപ്പ് ആണ്. ഫസ്റ്റ് ഹാഫിലുള്ള ക്യാരക്ടർ അത് പറയേണ്ട വേറെ ലെവലാണ്. അടുത്ത നാഷണൽ അവാർഡ് കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങൾ നീക്കി തുടങ്ങും. നമുക്ക് ഒരു രക്ഷയില്ല, വേറെ ലെവല്. മനോഹരമായ സിനിമ കേട്ടോ, എക്സലന്റ് മൂവി. ബേസില് മലയാള വിപണിയിൽ സാധ്യത കണ്ടൊരു ചിത്രമാണത്. പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല, നല്ല സിനിമ. നമുക്ക് നല്ല സിനിമ, ഒരു 17ാം നൂറ്റാണ്ടിലെ സ്റ്റോറിയാണ്. അത് തന്നെ പോർച്ചുഗീസുകാരുടെ ക്ലൈമാക്സ് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. മലയാളത്തിൽ ചരിത്രത്തിലൊരു ഭാഗമാണ് സിനിമ. നല്ല പടം, നല്ല പടം. ഉറപ്പായിട്ടും ഇത് തിയേറ്റർ മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. എല്ലാവരും കാണുന്ന സിനിമയാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. നമുക്കിടെ അഭിനയം കൊള്ളാം. അർജുൻ അശോകനും നന്നായിട്ടുണ്ട്, സിദ്ധാർത്ഥൻ നന്നായിട്ടുണ്ട്. സിദ്ധാർത്ഥനാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയത്. അല്ല സോറി, അർജുൻ അശോകൻ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ്, നല്ല കാസ്റ്റിംഗ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതാ പടത്തിന്റെ മൂഡ് നിലനിർത്താൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നന്നായിട്ട് അടിപൊളിയുണ്ട്, അടിപൊളിയുണ്ട്. കളറാണെങ്കിൽ ഈ ഒരു മൂഡ് കണ്ട സാധ്യതയില്ല. സാധാരണ നമ്മൾ വിദേശ പടങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ, അത് ആ മൂഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാ. നന്നായി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഒരു മോശം പറയാല്ല, അടിപൊളിയാണ്. എല്ലാ ആർട്ട് വർക്കും എല്ലാം അടിപൊളിയുണ്ട്. ഷോട്ടുകളൊക്കെ നല്ല അടിപൊളിയാണ്. അതായിരിക്കും അറിഞ്ഞൂടാ. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ബിൽഡപ്പ് ആണ്. ഫസ്റ്റ് ഹാഫിലുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു യൂഷ്വൽ ഹൊറർ അല്ല, ഒരു ഇത്തിരി എന്താ പറയാ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊക്കെ വന്നിട്ട് ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, അത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം വർക്ക്ഔട്ട് ആയിരുന്നു അവരുടെ ആ പെർഫോമൻസ്. ഒരു അർജുൻ അശോകൻ താഴെ മമ്മൂട്ടി അങ്ങനെയല്ല, പക്ഷെ രണ്ടുപേരും പട്ടിക്ക് നിൽക്കുന്ന പോലെ. മൂന്നുപേരോട് സിദ്ധാർത്ഥ് ഭരതനും സെയിം പെർഫോമൻസ്. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. കുറച്ച് പെർഫെക്റ്റ് ആയിരുന്നു. ബുദ്ധിമുട്ടല്ല, അതായിരുന്നു എന്റെ ആദ്യമായിട്ടുള്ള. ചിലര് പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സുഖം ഉണ്ടാകും അങ്ങനെയൊക്കെ, പക്ഷെ ആ ഒരു ആംബിയൻസിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് BMW ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നൈസായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു, നല്ല രസമായിരുന്നു കാണാൻ. ടോപ്പ് മോച്ച് ആയിരുന്നു. പിന്നെ നമ്മള് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് പകുതി ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കഴിയാൻ പോവാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് അല്ലല്ല, അങ്ങനെ ഒരു സൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ലൊരു പോർഷനാണ് കൊടുത്തിരുന്നത്. പടം അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ പടം സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെയും അർജുന്റെയും ഭരതൻ അവരുടെ പെർഫോമൻസ് ആണ്. മമ്മൂക്ക വേറെ ലെവലിലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത, ഇതുവരെ കാണാത്ത മികച്ച അഭിനയം. ഏതാണ് നാഷണൽ അവാർഡ്? ആ ലെവലിലൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാറായിട്ടില്ല. എങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ കിട്ടില്ല പെർഫോമൻസ്. പുള്ളി ഓരോ സിനിമ കഴിയും തോറും പുതിയ പുതിയ വേഷങ്ങൾ തിരക്കി പോവുകയാണ്. അതുപോലെ പുള്ളിക്ക് ഇപ്പം സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂക്കെ പോയിട്ടേ ഉള്ളൂ വേറെ ആള്. പറയാ കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ഇതുപോലുള്ള സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് തിരക്കഥകള്, ബെസ്റ്റ് കഥകള് തേടിപ്പിടി ചെയ്യുകയാണ്. അതുപോലെ ഇതും വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. സത്യം പറയാൻ ഞെട്ടിച്ചു കളഞ്ഞു, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരിക്കലുമില്ല. നമ്മൾ ഈ സിനിമ കണ്ട് സ്ലോയിലാണ് പടം പോകുന്നത്. നമ്മൾ അതിലോട്ട് ലയിച്ചു പോകും. ഒരു മനയിലേക്ക് നമ്മുടെ അശോകൻ വന്ന് അർജുൻ അശോക് വന്ന് പെടുത്തു പോവുകയാണ്. അവിടെ നിന്ന് പുള്ളിക്കാരനെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അതാണ് അതില്. ഇനി വേറെ കഥകളുണ്ട് അതില്. നമ്മൾ ആ മനയിലോട്ട് നമ്മൾ കയറി ഇതാകുമ്പോഴേക്കും നമ്മൾ ആ മനയിലോട്ട് പോവുകയാണ്. എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ, പിന്നെ എന്താണ്, അതൊക്കെയാണ് അതിന്റെ ക്ലൈമാക്സിലോട്ട് വരുന്നത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല.
നമുക്ക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്.